കേട്ടോ പോയിട്ട്. താര അല്ല ഇല്ല അത് ആരോട് ബ്രോ ഒരു പാട്ട് പ്ലീസ്. ഇത് മുതുക്കിലുള്ള എന്റെ ഫ്രണ്ടാ, ഇവൻ നന്നായിട്ട് പാട്ട് പാടും. ഇവൻ മുതുക്കിലുള്ള എന്റെ ഫ്രണ്ടാ, ഇവൻ നന്നായിട്ട് പാട്ട് പാടും. എടേന്ന് ഇത് ഓടുന്നു, ഇത് എന്താന്നിത് തുള്ളിച്ചീനെ പോലെ ഇങ്ങനെ ഓടി കളിക്കുന്ന. ആ എടാ നല്ലൊരു പാട്ടായിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഓക്ക് റൊമാൻസ് തോന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ഓള് ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടായിരിക്കണം പാടേണ്ടത്. ഓക്കെ, നിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഓള് അപ്പാട് പ്രണയിച്ചിട്ട് ഓള് എന്റെ അടുത്ത് പറയണം ഐ ലവ് യു. മേഘമേ അറിയാമോ? കുഞ്ഞിക്കവിൾ മേഘ അറിയില്ല, വേറെ കുറച്ചുകൂടി റൊമാൻറ്റിക് തട്ടത്തി മറയത്തിലെ ഒരു പാട്ട് പാടില്ല. തട്ടത്തി മറയത്തിലെ തട്ടത്തി മറയത്തിലെ പാടാ. ആ ഓക്കെ 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 ഓക്കെ. എടാ നിങ്ങ പറയുന്ന പോലെ അല്ലേ ഇത് ടെൻഷനാണ്. ഐ ഫെല്ലറ്റ് ഫസ്റ്റ് സൈറ്റ് സോ ഗിവ് മി എ ഫസ്റ്റ് നൈറ്റ്. ഓക്കെ ഓക്കെ എടാ അതിന്റെ പോലെ ഇത് ഓക്കെ ഓക്കെ തരാം. ഓക്കെ ഓക്കെ പാട്ട് ബ്രോ പാട്ടുകാരാ പറയൂ താര. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞതല്ലേ. ആരാ കോള്ളാരി ഷമീറെ അല്ല, കുറച്ചു നേരം മുമ്പ് ഒരാള് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്. പേരോ? ആ മറ്റേ ഇവൻ ഏതോ ഒരു നാറി. നീ ആ ഹീലൊന്ന് കുറച്ചാ ഇതെന്തോ അനക്കെന്തോ അമ്മി മോനെ പോലെ തോന്നുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറയണ്ടേ, ഞാൻ എന്തോ സാധാ എന്തോ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഞാൻ ബാഡ് വേർഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇല്ല താരാ ബാഡ് വേർഡ് എന്താ ചെറുത്തിട്ട് എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും തെറ്റായിട്ട് ചെറുത്തിട്ട് അവൻ എന്താ പറഞ്ഞേ? എടാ എന്താ പറഞ്ഞെന്ന് ചോദിച്ചതെന്ന് തെറ്റുണ്ടോ? ഞാൻ എന്താ പറഞ്ഞെന്ന് നോക്കി. ചെറുത്തിട്ട് ഒന്ന് സംസാരിക്കോ? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞെന്ന് പറ. എന്താണിത്? ഓനൊന്ന് വിളിച്ചേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വിളിച്ചേ. ഇവിടെ വന്നിട്ട് ഇതാക്കുന്നേ. താര ചൂടായി. താര നീ ചൂടാവോ? താര ചൂടാവും. അല്ല ഷമീറെ, നീ എന്തെങ്കിലും ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ? ഇല്ല ഞാൻ അങ്ങനെയൊന്നും, ഞാൻ നല്ല കുട്ടിയല്ലേ, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. പേര് ചോദിച്ചപ്പോ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്ന എന്റെ ഫാമിലി മെമ്പർ പറയുന്നതാ. ഇല്ല ഞാൻ ബാഡ് വേർഡ് ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ എന്തോ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞ എന്റെ പേര് കണ്ണൂർ കിങ്, എനിക്കറിയാലോ കോടിക്കണക്കിന് സ്വത്തും ഇതിലുള്ള ആളല്ലേ ഞാൻ. അപ്പൊ ഞാൻ ആ പേരങ്ങ് പറഞ്ഞു. ഷെയ്ക്ക 3000 കോടി എന്തായി? ഷെയ്ക്ക 3000 കോടി, ഷെയ്ക്ക 3000 കോടിന്റെ ഡീല് ഓക്കെ അല്ലേ? നാളെ നമുക്ക് വൈറ്റ് മണി ഏറ്റാനുണ്ട്, അത് കഴിഞ്ഞിട്ട് യെല്ലോ മണി, ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ. ആ 12,000 കോടി ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് ഇതിലേക്ക് വെച്ചേക്ക്, അളമാറിലേക്ക് വെച്ചേക്ക്, ഞാൻ വന്നിട്ട് എടുത്തോളാം. ഓക്കെ ഓക്കെ. ഒരു 25 BMW വരുന്നുണ്ട് പുറത്തുനിന്ന്. ഓക്കെ ഓക്കെ. ഇല്ല 25 ഞാൻ 312 ആണല്ലോ പറഞ്ഞത്. 312 BMW 1020 ബെൻസാന്ന് ഞാൻ പറഞ്ഞത്. ഇതെന്താ ആരാ ഇതിന് ഡിലേ ആക്കുന്നത്? അങ്കിത് നടക്കൂലേ ഷെയ്ക്ക? ഞാൻ നിന്നെ മാനേജർ ആക്കി വെച്ചത് എന്റെ കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിട്ടാണ്. താര കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? താര പോയല്ല, ഒരു മിനിറ്റ്. അല്ല താര പോയി. BMW അല്ല, 1ാം നമ്പർ സൈക്കിൾ വാങ്ങാൻ പോലും പൈസ ഇല്ല. പോയട്ടെ, താര പോയി. താര അള്ളാന്റെ പോയാ താര ഓക്കെ 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 ഓക്കെ. ഉസ്മാൻ ഞാൻ നിനക്ക് തന്നെ ഇതെന്തായി പോർഷെ പോടാ. നീ ഏതാന്ന് പോയാ ഓളെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. ഇങ്ങോട്ട് വാ, പൈസ ഉണ്ട് അറിയിക്കട്ടെ. ഇങ്ങ് വാ. ഇതേടെ ഈ ഓടുന്ന ഇതാരാ കൂടെ? ഇവനേതാ? ഹലോ നീലമുടി ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരുമോ? നീലമുടി ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഇവന്റെ എന്താ പരിപാടി നോക്കട്ടെ. ഇവനെ നമ്മള് നേരത്തെ കണ്ടത്. നീ എന്താന്ന് താരിയായിട്ട് എന്താന്ന് സംഭവം? ഷമീർ ഒരു മിനിറ്റ്, ഞാൻ ഇവനോട് സംസാരിച്ചിട്ട് വരാം. ആരോട്? ഇവനോടാ? ഈ തലയിൽ ഞാറ് കേട്ട ഇവനോടാ? ഷമീർ കുറച്ച് ഷമീർ സോറി ഞാൻ മാറാം. ഓക്കെ ഓക്കെ. ഷമീർ ഇല്ല പക്ഷേടാ ഡയലോഗ് ചിന്തിക്ക. ഈ ഒരു ജാതിക്കായാണെങ്ക ഇങ്ങനെ എന്ന് പറയാ, ഇജൊരു ജാതിക്കായാണെങ്ക ഞാൻ ഇന്ന പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാണ്.
പറയാ. നീ ഒരു ജാതിക്കായി ആണെങ്കിൽ ഞാൻ ഇന്നെ പൊതിഞ്ഞിക്കുന്ന പത്തിരിയാന്നാ. പത്തിരിയാന്ന്. ഓക്കെ, നീ ഒരു ജാതിക്കാണെങ്കിൽ ഞാൻ ആടെ ചെന്ന ഇതൊരു കായാണെങ്കി ഞാൻ പൊതിഞ്ഞ പത്തിരിയാന്നെല്ലാം പറഞ്ഞ തെള്ളടിച്ച് കൊടുക്കൂട്ടാ പിള്ളേര്. മര്യാദക്ക് പറഞ്ഞ നീ ഒരു ജാതിക്കായാണെങ്ക ഞാൻ ഇന്റെ റെസ്പെക്ട് ചെയ്യാണ്ടെന്ന് ഞാൻ ഓനോട് ജസ്റ്റ് ചോദിച്ചല്ലേ എന്തായാലും മാത്രം. എന്താ അല്ല ഒരു മിനിറ്റ് ഉസ്മാൻ, എന്താ ജാതിക്കായാണെങ്കിൽ ഞാൻ പത്തിരിയാന്നാ. ഇതൊരു ജാതിക്കായാണെങ്കി ഞാൻ ഇന്ന പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാ. ഓക്കെ ഓക്കെ ഓക്കെ, നീ ഒരു ജാതിക്കായാണെങ്കിൽ ഞാൻ നിന്നെ പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. പത്തിരിയാ. എടാ എനിക്ക് ടെൻഷൻ അടിക്കുന്നു. പാട്ടുകാരാ, നിന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. പാട്ടുകാരാ പേരെന്തായിരുന്നു? ഓക്കെ, നിനക്കും നിന്റെ പേരറിയില്ല. അടിപൊളി. എന്നാ ഒരു പാട്ട് പാടിത്തരും, ഒരു നല്ലൊരു പാട്ട്. ഒന്നൊന്ന് കൂളാക്കി തരാം, എന്നൊന്ന് റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടുപോകാൻ. കൂളാക്കാൻ. ബ്രോ പറഞ്ഞ പാട്ട് തന്നെ നമുക്ക് നോക്കാം. എന്ത് പറയണ? പാട്. ഓക്കെ, സങ്കല്പിക്കാം. ഓക്കെ, ഇത് കൊടുത്ത് ഇവർ കാണുന്നില്ലല്ലോ. റെസ്പെക്ട് കൊടുക്കാം. ഞാൻ പോയി സോറി പറയാം. ഞാൻ അറിയാണ്ട് ഇത് പേടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇത് ഓവറായിട്ട് എന്തെല്ലോ ആക്കിപ്പോയി. ഞാൻ പോയി സോറി പറയാം. ഒരു മിനിറ്റ്. ഇപ്പൊ കുറച്ച് റൊമാൻസ് എല്ലാം വരുന്നുണ്ട്. ഈ പാട്ട് ആ വണ്ടി കൊണ്ടുവരാൻ പറയോ ഒന്ന്? എന്താ പ്രശ്നം? താര, ഞാൻ സോറി പറയണോ? താര അല്ല ഷമീര, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തിനാ പെട്ടെന്ന് ഇതായിട്ട് സംസാരിക്കുന്നേ? എന്തിനാ ചൂടായിട്ട് സംസാരിക്കുന്നേ? ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാന്ന് പറയുമ്പോൾ എന്തിനാ പെട്ടെന്ന് ലൈക്ക് വേറെ രീതിയിൽ എന്തിനാ സംസാരിക്കുന്നേ? അറിയാമല്ലോ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന്. എനിക്കത് വിഷമാവത്തില്ലേ? അവർക്കും വിഷമാവൂലേ? സോറി. ബ്രോ സോറി ബ്രോ, ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സോറി. കുഴപ്പമില്ല ബ്രോ. ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ഇതാന്നാണ്. സോറി. ഷമീർ സോറി പറയിപ്പിക്കാൻ അല്ലടാ. പെട്ടെന്ന് ഇവർ എന്റെ കൂടെ നിക്കുന്ന ആൾക്കാരാണ്, ലൈക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സാ. ഓക്കെ, അവരെന്നെ നോക്കുന്നതാ. സിറ്റിയിൽ എന്നെ നോക്കുന്നത് ഇവര് മാത്രമാണ്. ഇവരല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇല്ല. ഞാനില്ലേ? അതല്ല ഷമീർ, നീ ഇപ്പഴല്ലേ വന്നത്. സോറി ബ്രോ, ഞാൻ അറിയാണ്ട് ഞാൻ എന്തോ ഇവരല്ലേ എന്റെ കൂടെ ഉള്ളത്. ഐ ആം റിയലി സോറി. താര ഒന്ന് വരുമോ? എന്റെ ഫുള്ള് മൂഡ് പോയി. ഇന്ന് പ്രപ്പോസും ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് റിജക്ഷൻ ആയിരിക്കും. എന്താണ് ഇന്ന് ഇനിയിപ്പോ പ്രപ്പോസ് ചെയ്താൽ നടക്കും തോന്നില്ല. ഞാൻ ഓന്റെ അടുത്ത് എന്തോ ജസ്റ്റ് ഒരു സാധാ ഞാൻ എല്ലായിടത്തും സംസാരിക്കുന്ന പോലെ എന്തോ ഷെയ്ക്കേ. ഒരു മിനിറ്റ് താര, ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്, എനിക്ക് സമയമാണ്, ഞാൻ പോകുന്നുണ്ട്. ഷമീർ ഒന്നിങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട്. ഷമീർ എന്നോട് സോറി പറയിപ്പിക്കാനല്ല ഷമീറെ, അവർക്ക് വിഷമായതാ, മനസ്സിലായോ? പക്ഷെ അവർ ഒന്നും പറയുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരാളും അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയത് എന്റെ ഫാമിലി മെമ്പർ. എന്റെ സ്വഭാവം, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ സ്വഭാവം കുറച്ചിങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്. അത് ഞാൻ അതാ പറയുന്നേ. ഞാൻ നിന്റെ തെറ്റാണെന്ന് ഞാനൊന്നും പറയത്തില്ല, മനസ്സിലായോ? നീ മാറണം എന്നാണ് എനിക്കുള്ളത്. ഞാൻ മാറാം. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാനല്ല. മനസ്സിലായി.
ഞാൻ നിനക്ക് വേണ്ടി മാറാം. അവർക്ക് വിഷമായത് നിനക്ക് മനസ്സിലാവേണ്ടേ? ഇപ്പൊ പറഞ്ഞാലേ മാത്രമല്ല നിനക്കിപ്പോ മനസ്സിലാവും. അതെ അല്ലെങ്കിൽ നീ നോർമലായിട്ട് പോവില്ലേ? നാളെ വീണ്ടും റിപ്പീറ്റ് ആവൂല. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നത്. അല്ലാണ്ട് അവൻ സോറി ഒന്നും ചോദിച്ചിട്ടില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, അവനും മനസ്സിലാക്കിയതാ. പക്ഷെ പറയാനുള്ളത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫീൽ ബാഡ് ശരിയാന്ന്. പക്ഷെ ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. എനിക്ക് നീ പറഞ്ഞപ്പോ എന്തോ ചെറിയൊരു വിഷമം പോലെ. ഞാൻ അങ്ങനല്ല, ഞാൻ ഫുള്ള് സന്തോഷത്തില്. വിഷമിക്കാതെ. അങ്ങനല്ല, ഞാൻ ഫുള്ള് സന്തോഷത്തില്. ഞാൻ കുറച്ച് ഹൈപ്പർ അതെനിക്ക് എന്റെ മനസ്സിലായി. സ്വഭാവം അങ്ങനെ അല്ല ആയിപ്പോയി. അപ്പൊ ഞാൻ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഉള്ള എല്ലാവർക്കും, നമ്മുടെ കൂടെ എല്ലാവർക്കും മനസ്സിലാവണമെന്ന ഇതൊന്നും ഇല്ലല്ലോ. മനസ്സിലായി. എന്റെ അല്ലേ? സ്വഭാവം കുറച്ച് ഹൈപ്പർ ആയിപ്പോയി. അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോ പെട്ടെന്ന് എന്താ പറയാ, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എല്ലാരെയും കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അല്ല, എല്ലാരും ഒരേപോലെ അല്ലടാ. അല്ലാതെ അപ്പോ താരെ ബിക്കോസ് പോവാ. ഞാനൊരു കാര്യം പറയാം. ഈ സിറ്റിയില് എനിക്ക് ഇത്ര നാള് എന്റെ കൂടെ നിന്നത് ഇവര് മാത്രമാ. എനിക്കുള്ളത് ഇവർ മാത്രമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഹേർട്ടായാലും എനിക്കും ഹേർട്ടാവും അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. നിന്നെ വിഷമിപ്പിക്കാനൊന്നും അല്ല അത്. അല്ല, ഇത് കാരണം എനിക്ക് നമ്മള് തമ്മിൽ എന്തെങ്കിലും ഇനി പ്രശ്നം സംഭവിക്കും. അല്ലെങ്കിൽ ഞാൻ ഇല്ല, അതൊന്നും അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അവനോട് ചൂടായപ്പോ തന്നെ ഞാൻ പോവന്നെ. പക്ഷെ എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നതാ ഞാൻ. സംഭവം ശരി തന്നെ. പക്ഷെ എന്നാലും ഞാൻ അറിയാണ്ട് എന്റെ സ്വഭാവം അങ്ങനെ ഒരു ചെറിയ ഒരു ഇതായിപ്പോയിന്ന്. അത് മാറ്റണം. അതുകൊണ്ട് പറയുന്നേ, എല്ലാവരുടെ അടുത്ത് നമ്മൾ അങ്ങനെ, ഇപ്പൊ ഉസ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ ഷെയ്ഖിന്റെ അടുത്ത് നീ സംസാരിക്കുക, അത് കുഴപ്പമില്ല. ബിക്കോസ് അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ഇങ്ങനെ അറിയാതെ ആളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അത് വിഷമാവൂലേ? അതെ. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്, നീ എന്റെ പത്തിരി, ഞാൻ നിന്റെ ഒരു മിനിറ്റ്. നീ ജാതിക്കാണെങ്കിൽ ഞാൻ പത്തിരിയാണ്. ആ ചിരിച്ച് താര ചിരിച്ച് ഞാൻ പത്തിരി കുട്ടൻ. എന്നിട്ട് ബിരിയാണി ആക്കണോ? ബിരിയാണി അല്ല കാക്ക. അത് ഇത് ക്ഷമിക്കാട്ടോ, ഞാൻ എന്തോ പെട്ടെന്ന് എന്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കണം. ഇതന്നെയാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും വരാൻ. മനസ്സിലാക്കി എടുക്കാൻ നോക്കുന്നതാ, മനസ്സിലായോ? നീ എന്നെ മാറ്റിയെടുത്താ മതി. നീ മാറ്റിയെടുത്താ ഞാൻ മാറും. നീ എനിക്ക് അത്രക്ക് ഇഷ്ടമില്ല. അപ്പൊ അത് മതി. ആ, നീ മാറ്റിയെടുത്താ ഞാൻ ഇതാവും. നീ പറഞ്ഞാലേ ഞാൻ കേൾക്കുവാണോ? ഇല്ല, കരിയൊന്നുമില്ല. അപ്പൊ പിന്നെ നാളെ 8 മണിക്ക് വരണേ പ്ലീസ്. 8 മണിക്ക് വരാം. നാളെ 8 മണിക്ക് വരാം. പോവാ ഇപ്പൊ? ഞാനിപ്പോ പോവാ. ഇപ്പൊ പോയില്ലെങ്കിൽ പ്രശ്നമാ എനിക്ക് വീട്ടില്. എത്ര 2 മിനിറ്റ് ഉണ്ടോ? 2 മിനിറ്റ് പ്ലീസ്. 2 മിനിറ്റ്. നാളെ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. ഒരു മിനിറ്റ്. ഓക്കെ. ഒരു മിനിറ്റ്. ഷെയ്ക്ക എടാ, ആരെങ്കിലും ഒരു പാട്ടിട്ടാടാ. മറ്റേ അനുരാഗത്തിന് വേളയിൽ ഒരു പാട്ടിട്ടാ പ്ലീസ്. തട്ടത്തി ഏതാന്ന് ഇവൻ? ഇട്. ഹലോ. ഇതാ. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരിക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ പോവാ. ഇല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തല്ല. ഹലോ. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. സോങ്സ് വെക്കലടാ. ഒന്ന് ഇരിക്കേ പ്ലീസ്. ഇതാ കഴിഞ്ഞ്. എടാ, മുമ്പ് മാറിയ ഇതെന്താന്ന് ഞാൻ കാണുന്നത്. ഉസ്മാനെ ഒന്ന് മാറ്. ഒന്ന് മാറണം ഉസ്മാനെ എങ്ങോട്ട് വാ. കിട്ടിയാ നക്ക്. കേക്കുന്നുണ്ടോ സെമീറ? കേക്കാം. മനമേ നീ പാടൂ. പറ ബ്രോ.
സൂപ്പർ. അയ്യോ പോവാ ഒരു മിനിറ്റ് ഈ പാട്ട് വെച്ചിട്ട് പോയാൽ നമുക്ക് നമുക്ക് നാളെ ഈ പാട്ട് ഓക്കെ ഓക്കെ നാളെ 8 മണിക്ക് വരാം. സംസാരിക്കാം. ഓക്കെ ഓക്കെ ഷുവർ ഷുവർ അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോയിക്കോ. നാളെ കാണാം. ബൈ ബൈ. വിഷമിക്കല്ലേ, ഇല്ല ഇല്ല. ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഓക്കെ, ഓക്കെ. ടാറ്റ, പോയിട്ട് വരാം. നമ്മൾ രണ്ടില്ല നീ എനക്കാളുണ്ട്. സെറ്റായിട്ടോ ഉസ്മാൻ, സെറ്റായി സെറ്റായി. എടാ ഞാൻ പോയിട്ട് വരാടാ, നാളെ കാണാം. പോവാ. ആ പോവാ. പാട്ട് വെച്ചോ ഷെയ്ക്ക, പാട്ട് വെക്ക്. ഞാൻ ഫീലിംഗ് എടുക്കട്ടെ. ഷമീര ഓക്കെ ബൈ. ഷമീറ ഒറ്റക്കായ ഫീലിംഗ് എടുക്കാന് എനിച്ചിരിക്ക